ഇതാണ് അബിയു ഫ്രൂട്ട്. ഇതാണ് സ്വർഗത്തിൽ നമ്മളുണ്ടാവില്ല, ജന്നാത്തുൽ ഫിർദൗസിൽ പോയാൽ കഴിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണിത്, അബിയു ഫ്രൂട്ട്സ്. ആ പിന്നെ അവിടെ ആരും പോയി വന്നിട്ടില്ല, അതുകൊണ്ട് ആൾക്കാർക്ക് സംശയമാകും. പക്ഷേ ഇതൊക്കെയാണ് അവിടെ കിട്ടുക. ആ സാധനമാണ് ഇപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ അവിടെ കിട്ടുന്നത്. സ്വർഗത്തിലെ ഫ്രൂട്ട്സാണിത്. ഇങ്ങനത്തെ പലതരം ഫ്രൂട്ടുകളാണ് സ്വർഗത്തിലുള്ളത്. അപ്പോൾ ഇതാണ് അബിയു ഫ്രൂട്ട്സ്. ഇതാണ് അബിയു ഫ്രൂട്ട്സ്. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര മധുര. ഈ ഫ്രൂട്ട്സാണ് സ്വർഗത്തിലെ ഊർലിങ്ങൾ തിന്നുന്ന ഫ്രൂട്ട്സാണിത്. ഇത് ഈ അബിയു ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞത് ഉറക്കനെ പറഞ്ഞ അമ്മ കേൾക്കും, അതാണ് അമ്മ കേൾക്കും. അല്ല ഇത് മധുരം കേട്ടോ. ഇത് രണ്ടാമത്തും കഴിക്കുക, അത്ര ടേസ്റ്റാണിത്, ഭയങ്കര ടേസ്റ്റ്. പനനൊങ്കിൻ്റെ ഒരു ആകൃതിയാണ് ഇതിന് അല്ലേ, പനനൊങ്കിൻ്റെ. ഡ്രാഗൺ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സ് നല്ല വലുപ്പമുണ്ട്. ഇതൊരു മരത്തിന്മേക്ക് കയറിക്കട്ടോ. ഒരു 10-30 അടി ഉയരമുള്ളൊരു മരത്തിന്മേക്ക് അങ്ങനെ കയറി പോയിക്കണം. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. രണ്ടും പട വെച്ചാൽ 1 കിലോൻ്റെ മേലെ ഉണ്ടാവും. പക്ഷെ ഇതുണ്ടായ മരം എന്ന് പറഞ്ഞാൽ ഇത് മറ്റേ ഇതുമ്മ കൂടെ കയറിക്കണം, ഞാവളുമ്മ കൂടെ കയറി പോയിക്കണം. ഞാവളിൽ കൂടെ വെച്ചിട്ട് ഇപ്പോൾ 8 വർഷമായി. അന്നിൻ്റെ ഒരു തൈന് 1000 റുപ്യ വരെയുള്ള ടൈമാണ് അന്ന്. ഇന്നിപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ തൈ കൊടുക്കുന്നുണ്ട്. തൈ വില കൂടിയ ടൈമിൽ കൊടുന്ന് വെച്ചാൽ ഇതാണ്. ഞാവളം വെച്ചാണ്, ഞാവളം കൂടെ അങ്ങനെ പോയി ഏറ്റവും മേലെ.